പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത. യുദ്ധം അവസാനിക്കുന്നു എന്ന പ്രതീക്ഷ നൽകി കുവൈറ്റ് ബഹ്റൈൻ വിമാന സർവീസ് വീണ്ടും സജീവമാകുന്നു. യാത്രക്കാർക്ക് പുതിയ മുന്നറിയിപ്പ് വ്യോമയാന മന്ത്രാലയം നൽകുന്നുണ്ട്. പ്രവാസികൾക്ക് ആശങ്കയില്ലാതെ പറക്കാം. അതെ, ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു. പ്രതീക്ഷ നൽകി വിമാന കമ്പനികൾ. പ്രതീക്ഷ നൽകി കുവൈറ്റ് ബഹ്റൈൻ വിമാന സർവീസ് വീണ്ടും സജീവമാകുന്നു. അതെ, കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കുമുള്ള വിമാന സർവീസ് പുനരാരംഭിക്കാൻ ഇത്തിഹാദ് എയർവേസും ഖത്തർ എയർവേസും. ഇത്തിഹാദ് അബുദാബിയിൽ നിന്നുള്ള സർവീസ് ഓഗസ്റ്റ് 8 മുതൽ ആരംഭിക്കും. തുടക്കത്തിൽ ഒരു സർവീസാണ് ഉണ്ടായിരിക്കുക. ഇതിനു മുമ്പ് പ്രതിദിനം നിരവധി സർവീസ് നടത്തിയിരുന്ന കമ്പനികളാണിവ. രാവിലെ 8:25 ഇത്തിഹാദ് വിമാനം അബുദാബിയിൽ നിന്ന് കുവൈറ്റിലേക്ക് പറക്കും. ഉച്ചയ്ക്ക് ശേഷം 3:40 ബഹ്റിനിലേക്ക് യാത്ര. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ മാറ്റം വന്നാൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് കമ്പനി അറിയിച്ചു. മാത്രമല്ല, ശനിയാഴ്ച മുതൽ കുവൈറ്റ് ബഹ്റൈൻ സർവീസ് ഖത്തർ എയർവേസ് ആരംഭിക്കും. അതേസമയം ഖത്തർ എയർവേസ് UAEയിലേക്കുള്ള വിമാന സർവീസ് നിർത്തിയിരുന്നില്ല. നാളെ മുതൽ എമിറേറ്റ്സും വിമാന സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. സിറിയയിലെ പ്രധാന നഗരങ്ങളിലേക്ക് കുവൈറ്റിൽ നിന്ന് ഇതിനോടകം തന്നെ വിമാന സർവീസ് ആരംഭിച്ചു. സർവീസ് തുടങ്ങിയിരിക്കുന്നത് സിറിയൻ എയർലൈൻസിന്റെ വിമാനമാണ്. കൂടുതൽ GCC രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാണിത്. മാത്രമല്ല, ഇപ്പോൾ GCC രാജ്യങ്ങളിൽ നിന്ന് വിമാന സർവീസുകൾ ദമസ്കിലേക്കും സിറിയയിലേക്കും മറ്റ് നഗരങ്ങളിലേക്കുമുണ്ട്. കേരളത്തിലേക്ക് വരുന്നവർക്ക് ആശ്വാസമായി ജിദ്ദ, കരിപ്പൂർ, സൗദി എയർലൈൻസ് വിമാനങ്ങളും സർവീസ് ആരംഭിക്കുകയാണ്. അത് 3 സർവീസുകൾ ഡിസംബർ 4 മുതൽ ആഴ്ചയിൽ 3 സർവീസാണ് പ്ലാൻ ചെയ്യുന്നത്. സർവീസ് തിങ്കൾ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലായിരിക്കും. ജിദ്ദയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 4:25 പുറപ്പെടുന്ന വിമാനം രാത്രി 12:25 കരിപ്പൂരിൽ എത്തിച്ചേരുക. പുലർച്ചെ 1:25 മടക്കയാത്ര തീരുമാനിച്ചിരിക്കുന്നത്. 2020 കരിപ്പൂർ വിമാന ദുരന്തമുണ്ടായ വേളയിൽ നിർത്തിയതാണ് സൗദി എയർലൈൻസിന്റെ ജിദ്ദ സർവീസ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.